2026 ജനുവരി ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. കാരണം ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കുമായിട്ടുള്ളൊരു കുഞ്ഞു വീട്, ഞങ്ങളുടെ കയ്യിലൊതുങ്ങുന്നൊരു കുഞ്ഞു വീട്. അങ്ങനെ ഞങ്ങൾ അതിനുള്ള സ്ഥലം നോക്കി. 2025 ഒക്ടോബറിലായിരുന്നു. അങ്ങനെ സ്ഥലമൊക്കെ നോക്കി അവിടെ വീട് വെക്കാൻ ഒരുങ്ങി. ഞങ്ങളുടെ സ്വപ്നം ഞങ്ങളൊരു പേപ്പറിലാക്കി ക്യാൻവാസിലാക്കിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ 1/1/2026 ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നം തുടങ്ങാൻ പോവാണ്. ഞങ്ങളുടെ കുറ്റിയാടി പറയാ വീടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞങ്ങൾ വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് ഞങ്ങളൊരു വീട് പണിയാണ്, എല്ലാ കാര്യത്തിനും അവരുടെ ഒപ്പരം ഉണ്ടാകണമെന്ന്. അപ്പോൾ നല്ല മോനായിട്ട് അതും അവരെയൊക്കെ സഹായിച്ചു. ഞങ്ങൾ പറഞ്ഞ ഒരുവിധം എല്ലാ ആൾക്കാരും വന്നിരുന്നു. നിങ്ങൾ പ്ലാനൊക്കെ നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ ഡിലേ ആയി. എങ്കിലും കൃത്യസമയത്ത് ഞങ്ങളുടെ 2026 ന്യൂ ഇയറിന് തന്നെ രാവിലെ 6:30ക്കും 8 മണിക്കുള്ളിലായിട്ടായിരുന്നു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. വളരെ രാവിലെ ആയിട്ടുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പോകേണ്ട സ്ഥലത്ത് പോകാനും പറ്റി. പക്ഷെ എല്ലാവരും ആ സമയമാകുമ്പോഴേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അത്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ തുടങ്ങാൻ പറ്റുന്നുള്ളത്. കാരണം ഓരോന്നിനും ഓരോ സമയം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ കുറേ പ്ലാനുകൾ നോക്കിയിട്ട് ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്താ പറയുക, ആ സ്വപ്നം ഞങ്ങളുടെ സ്വപ്നം ക്യാൻവാസിലാക്കിയപ്പോൾ എന്തെന്ന് പറയാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ പൂജയൊക്കെ തുടങ്ങി. പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു തടസ്സമില്ലാതെ നന്നായിട്ട് നടന്നു. ഏറ്റവും കൂട്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് വയ്യാഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നത്. ഒന്നാമത് വളരെ സന്തോഷത്തോടെ അച്ഛനും അമ്മയും എല്ലാ മക്കളെയും സഹായിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായിട്ട് അവരെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാനിട്ടത് മുതൽ തന്നെ അവരോരോ കാര്യങ്ങൾക്കായിട്ട് ആ കാണുന്നതാണ് എൻ്റെ അച്ഛൻ. എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇപ്പോൾ ബാക്കിയൊക്കെ നേരിട്ട് കാണാം. ഇത്രയും ആൾക്കാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളരെ അടുത്ത ബന്ധുക്കൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു.
വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ സ്വപ്നം ഈ പരുവത്തിലെത്തി. ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.